Grace and peace to you in Jesus' name. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളെല്ലാവരുടെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. I'm grateful that the Lord has allowed us to meet here for the first IPC NRI Global Conference. ഒന്നാമത് IPC NRI ഗ്ലോബൽ കോൺഫറൻസിന് വേണ്ടി ഇവിടെ ഇങ്ങനെ ഒന്നിച്ചു കൂടുവാൻ ഈ ഇവിടെ ദൈവം വേദി ഒരുക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. The largest migrant community in the world is the Indian community. It comprises of over 35 million people. ഇന്ന് ലോകത്തിലുള്ളത് വെച്ച് ഏറ്റവും വലിയ ഡയസ്പോറ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പോയി പാർക്കുന്ന ജനവർഗം ഇന്ത്യക്കാരാണ്. 35 മില്യൺ ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗത്തായിട്ട് ഇന്ത്യക്കാരായിട്ടുണ്ട്. And 5.5 million people from India reside in the United States. അതിൽ 5.5 മില്യൺ ആളുകൾ ഈ അമേരിക്കൻ രാജ്യത്താണ് പാർക്കുന്നത്. Over 10 million in the Gulf countries. 10 മില്യൺ ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലുള്ളതായി കണക്കാക്കപ്പെടുന്നു. So I want to thank the Lord that the Lord has allowed us to come with a vision to see that we reach the diaspora that is found in most of the nations of the world. ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ചിതറിക്കിടക്കുന്ന ഇന്ത്യക്കാരുടെ ഇടയ്ക്ക് സുവിശേഷം എത്തിക്കാനുള്ള ഒരു ദൗത്യം ഇന്ത്യൻ ദൈവമക്കളായ നമ്മൾക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ അമേരിക്കയിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സുവിശേഷത്തിന്റെ വെളിച്ചം പകരുവാൻ ഈ കോൺഫറൻസ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I thank the Lord for the decision that we as the IPC General Executives and Council made to see that we impact the other nations of the world. We have 19 regions outside of India. As we heard a while ago, we have believers of IPC in probably more than 100 countries of the world. And so they are working, they are teaching, they are professionally, gainfully employed. And it is the believers in these countries that initiate for us to start the work in those nations. ഇന്ത്യക്ക് വെളിയിൽ IPCക്ക് 19 റീജിയനുകളുണ്ട്. എന്നാൽ 19 രാജ്യത്തെ ഇന്ത്യൻ പെന്തക്കോസ്തൽപ്പെട്ട ദൈവമക്കൾ ഉള്ളൂ എന്നുള്ളതിൻ്റെ അർത്ഥം. ഞങ്ങൾ കണക്ക് കൂട്ടി നോക്കിയിട്ട് ലോകത്തിലെ 100ഓളം രാജ്യങ്ങളിലായിട്ട് ഇന്ത്യൻ പെന്തക്കോസ്തൽ സഭയിൽ നിന്നുള്ള ആളുകൾ ചിതറി പാർക്കുന്നുണ്ട്. അനേകയിടങ്ങളിൽ അവർ മൈനോറിറ്റിയാണ്. എന്നാൽ അവിടെ ജോലി ചെയ്ത് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സേവിച്ച് ജീവിക്കുന്നുണ്ട്. I thank the Lord for the way the Lord has chosen the team for the NRI conference, and I thank the Lord for the leadership of Dr. George Matthew, Pastor Thomas Karangali, Brother Abraham Baby, and also the local coordinator, Pastor Varghese John, and the team. And also I recognize the ministry and the leadership of Pastor Baby Varghese and all those who are assembled here. ഒന്നാമത് നമ്മുടെ NRI കോൺഫറൻസിന്റെ നേതൃത്വം നൽകുന്നതായിട്ടുള്ള ഡോക്ടർ ജോർജ് മാത്യു, പാസ്റ്റർ തോമസ് കടങ്ങാലിൽ, ബ്രദർ എബ്രഹാം ബേബി, ലോക്കൽ കൺവീനറായിട്ട് വളരെ ശക്തമായി പ്രവർത്തിച്ച പാസ്റ്റർ വർഗീസ് ജോൺ, തന്നോടുകൂടെ പ്രവർത്തിക്കുന്ന ടീം, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുവാൻ, ഇങ്ങനെ ഒരു ആശയം മുമ്പോട്ട് കൊണ്ടുവരുവാൻ തക്കോണം IPC എക്സിക്യൂട്ടീവ്സ് ആയ ഞങ്ങളെയും ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord for the women's coordinator Shirley Chaco and the youth coordinator Alex Chandi and all those who are giving of themselves to serve the people of God for this conference. സഹോദരിമാർക്ക് നേതൃത്വം നൽകുന്നതായിട്ടുള്ള സിസ്റ്റർ ഷേർലി, അതുപോലെ യൂത്ത് ലീഡറായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള അലക്സ് ചാൻഡി എന്നിവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I'm very grateful that God has brought Pastor Chris Jackson and Pastor Nuruddin Mullah to come and minister God's word to us. We have all been enriched through their ministry and we look forward to their ministry in our midst this weekend. നമ്മുടെ ഈ മീറ്റിങ്ങുകളിൽ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന പാസ്റ്റർ ക്രിസ് ജാക്സനെയും പാസ്റ്റർ നൂറുദ്ദീൻ മുള്ളയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനു മുമ്പും അവരുടെ ശുശ്രൂഷകൾ നമുക്ക് വളരെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഇവിടെയും ദൈവം അവരെ ശക്തമായി ഉപയോഗിക്കും. There are several other servants of God and I don't want to miss any names, but I want to thank the Lord and salute you, and I pray God's richest blessings upon you as you minister God's word. ഇന്ന് രാത്രികാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പേരെടുത്ത് പറയുന്നില്ലെങ്കിലും
നിങ്ങളുടെ സാന്നിധ്യം വിലയേറിയതാണ്. The theme, one accord, one spirit, one mission, based on Acts chapter 2 verse 1, is a fantastic theme that has been chosen as a theme of this conference. നമ്മുടെ തീമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഏക മനസ്സോടെ ഏക ആത്മാവിൽ ഏക യജ്ഞത്തിനായി എന്നുള്ളതാണല്ലോ. അത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നിന്നെടുത്ത ഒരു തീമാണ്. Dr. Luke gives us the compressed history of the early church in the book of Acts, which is basically a 30-year history of the early church. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി എഴുതിയ ഡോക്ടർ ലൂക്ക് നമുക്ക് ആദ്യകാല സഭയുടെ ആദ്യകാല ചരിത്രം സംക്ഷിപ്തമായിട്ട് ആദ്യത്തെ 30 വർഷത്തെ ചരിത്രം സംക്ഷിപ്തമായിട്ട് അപ്പോസ്തലപ്രവൃത്തികൾ നൽകിയിട്ടുണ്ട്. He did not give all the things that happened, but he chose those important things in those 28 chapters and gave us a compressed history of the 30 years. ആ കാലങ്ങളിൽ നടന്ന എല്ലാ കാര്യങ്ങളും താൻ വിവരിച്ച് എഴുതിയിട്ടില്ല. എന്നാൽ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് 28 അധ്യായങ്ങളിലായിട്ട് പുസ്തകത്തിൽ താൻ നൽകിയിട്ടുണ്ട്. Basically, Luke was emphasizing that the early church worked with a united heart and with a single purpose. ഏറ്റവും പ്രധാനമായിട്ട് താൻ ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യ സഭ ഏക മനസ്സോടുകൂടെ ഏക ഉദ്ദേശത്തോടുകൂടെ പ്രവർത്തിച്ച ഒരു സംഘമായിരുന്നു എന്നുള്ളതാണ്. He emphasized that the early church was guided by the Holy Spirit, filled continuously by the Holy Spirit, and empowered by the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് അവിടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ആത്മനിറവിലാണ് അവർ ദൈവത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തത്. ആ ആത്മാവിന്റെ വലിയ ശക്തിയുടെ വ്യാപാരം അവരുടെ മേൽ ഉണ്ടാകുന്നതിന്റെ അനേക ചിത്രങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. And they had only one purpose, that was to proclaim Jesus Christ and to build his church. അവർക്ക് ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു, യേശുവിനെ ഉയർത്തുക, ദൈവരാജ്യം പണിയുക. I pray that would be our mission for IPC that exists in so many countries of the world, that we would proclaim Jesus Christ and build his church. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള IPC കാരുടെയും ലക്ഷ്യം അത് തന്നെ ആയിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. യേശുവിനെ ഉയർത്തുക, ദൈവരാജ്യം പണിയുക. That we take the responsibility of evangelizing the 35 million unreached Indians that are scattered throughout the world. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്നതായിട്ടുള്ള ഏകദേശം 35 മില്യൺ ഇന്ത്യക്കാരുടെ കാര്യം പറഞ്ഞല്ലോ. അവരുടെ മധ്യത്തിൽ സുവിശേഷത്തിന്റെ വെളിച്ചം എത്തിക്കുക എന്നുള്ളത് ഈ രാജ്യങ്ങളൊക്കെ ചിതറിക്കിടക്കുന്ന ഇന്ത്യൻ വിശ്വാസികളുടെ ദൗത്യമായി മാറട്ടെ. So let us pray that God would raise up people with that mission, and they would serve him with no reserves, and they will go forward with that one passion and proclaim Jesus Christ. ആ ദൈവിക ദൗത്യം പൂർണ്ണ ഹൃദയത്തോടുകൂടെ ഏറ്റെടുത്ത് യാതൊരു ഒരു 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 തടസ്സങ്ങളും കൂടെ മാനസികമായ തടസ്സങ്ങളും കൂടാതെ ആ ദൗത്യം പൂർണ്ണമായി തികച്ചെടുക്കുവാൻ ദൈവം വിദേശ രാജ്യങ്ങളിൽ പാർക്കുന്ന നമ്മളെയൊക്കെയും സഹായിക്കട്ടെ. There was a young man who studied at Yale University and then went on to study at Princeton Seminary. യെയിൽ യൂണിവേഴ്സിറ്റിയിൽ ആദ്യം പഠിച്ച ശേഷം പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ വേണ്ടി ഉപരിപഠനത്തിനായി കടന്നുപോയ ഒരു യുവാവുണ്ട്. He came from a very wealthy family. വളരെ ധനിക കുടുംബത്തിൽ നിന്നാണ് താൻ കടന്നു വന്നത്. And he was saved under the ministry of Pastor Dr. Torrey. ഡോക്ടർ ടോറി എന്ന് പറയുന്ന ആ പ്രസിദ്ധനായ വേദപണ്ഡിതന്റെ കീഴിലാണ് താൻ പഠിച്ചത്. And he developed a tremendous burden to evangelize the world. ലോകത്ത് എവിടെയെങ്കിലും പോയി സുവിശേഷം പറയണമെന്നുള്ള വലിയ അടങ്ങാത്ത ആഗ്രഹം തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. And his family, being wealthy, sent him on a world tour. അതുകൊണ്ട് അവന്റെ കുടുംബം വളരെ ധനികരായിരുന്നുകൊണ്ട് അവനെ ഒരു ലോകം പര്യടനത്തിനായിട്ട് അയച്ചു. While he was in Paris, he wrote a letter to his mother saying, "The Lord has given me a burden to be a missionary. I need your blessing." പാരീസിലായിരിക്കുന്ന സമയത്ത് തന്റെ അമ്മയ്ക്ക് ഒരു കത്ത് താൻ എഴുതിയിട്ട് പറഞ്ഞു, എന്നെ ദൈവം ഒരു മിഷണറി ആയിട്ട് വിളിച്ചിരിക്കുന്നു, എനിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം. The mother gave the blessing. മമ്മ തന്നെ അനുഗ്രഹിച്ചു. And then he came and went on to do his seminary work. And then he decided he will work among the Muslims in a northwest part of China, where there was a large concentration of Muslims, a place called Kansu in northwest China. ചൈനയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള കൺസു എന്ന് പറയുന്നതായിട്ടുള്ള ഏരിയയിൽ ധാരാളം മുസ്ലിങ്ങൾ
താമസിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ പോയി ഒരു മിഷണറി ആയിട്ട് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. He first decided to go to Egypt to learn the language and the culture. ആദ്യമായിട്ട് താൻ ഈജിപ്തിലേക്ക് പോയി അറബി ഭാഷ പഠിക്കാനും മുസ്ലിങ്ങളുടെ സംസ്കാരം പഠിക്കാനും തീരുമാനിച്ചു. And while he was there, he contacted cerebral meningitis. പക്ഷെ താൻ ഈജിപ്തിലായിരിക്കുന്ന സമയത്ത് തനിക്ക് സെറിബ്രൽ മെനിഞ്ചൈറ്റിസ് പറയുന്ന അസുഖം പിടിപെട്ടു. And he died in Egypt. ഈജിപ്തിൽ വെച്ച് താൻ മരിച്ചുപോയി. He never fulfilled his mission. അവന്റെ ജീവിതത്തിന്റെ ആഗ്രഹം ഒരിക്കലും പൂർത്തീകരിക്കാൻ അവനെ കൊണ്ട് സാധിച്ചില്ല. He was only 27 years of age. വെറും 27 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ. And he lived with one motto. ഒരാഗ്രഹത്തോടു കൂടെ ജീവിച്ചവനാണ്. And he wrote that down in his diary. അവന്റെ ഡയറിയിൽ അവൻ ഇങ്ങനെ കുറിച്ചു വെച്ചു: No reserves. ഒരു ദുഃഖവുമില്ല. No retreats. ഞാൻ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. No regrets. എനിക്ക് ഒരു പശ്ചാത്താപവുമില്ല. No reserves, no retreats, no regrets. എനിക്ക് ഒരു മുൻകരുതലുമില്ല. എനിക്ക് ഒരു പശ്ചാത്താപവുമില്ല, ഒരു പിന്മാറ്റവുമില്ല. And it is with that motto that he went, and because of his life, it touched the lives of many others who took his place and went on to evangelize the Muslims of that part of China. മറ്റനേകര് ഈ ചെറുപ്പക്കാരനെ കുറിച്ച് കേൾക്കാൻ ഇടയായി. അവര് തന്റെ ദൗത്യം ഏറ്റെടുത്ത് താൻ പോകുവാൻ ആഗ്രഹിച്ചിരുന്ന സ്ഥലത്ത് കടന്നുപോയി സുവിശേഷം പറയുകയും ധാരാളം പേരെ ക്രിസ്തുവിലേക്ക് നേടുകയും ചെയ്തു. So my prayer is, as a result of this conference, that there will be a greater understanding of the Great Commission, and there'll be a deeper commitment, and we will have people and young men and women and others who will serve the Lord with no reserves, no retreats, and no regrets. ആമേൻ. എന്റെ ഹൃദയത്തിൽ വലിയൊരു പ്രാർത്ഥനയുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, ഈ കോൺഫറൻസിന്റെ ഫലമായി കർത്താവ് നമുക്ക് ഏൽപ്പിച്ച മഹത്തായ ദൗത്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അത് നിവർത്തിച്ചെടുക്കാൻ വേണ്ടി കൂടുതൽ സമർപ്പണത്തിലേക്ക് നമ്മൾ കടന്നു വരികയും ഇവിടെ ഒന്നും വലിയ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. ഒരു മുൻകരുതലും കൂടാതെ, ഒരു പശ്ചാത്താപവും കൂടാതെ, ഒരു ജീവിതത്തിൽ ഒരു ചൂടലും പിന്നോട്ട് വെക്കാതെ മുമ്പോട്ട് പോയി ആ ദൗത്യം നമുക്ക് തികച്ചെടുക്കാം. So for the expansion of the gospel among all the 35 million NRIs around the world, ഇവിടെ ആരംഭിക്കുന്നതായിട്ടുള്ള NRI കോൺഫറൻസ് ഇവിടെ ഒതുങ്ങി നിൽക്കാനല്ല, ലോകത്ത് മുഴുവൻ ചിതറി കിടക്കുന്ന 35 മില്യൺ ഇന്ത്യൻ NRIസിന്റെ ഇടയിലേക്ക് സുവിശേഷം കടന്നു ചെല്ലാനുള്ള ഒരു മാർഗമായിട്ട് ഇത് പരിണമിക്കട്ടെ. For the edification of all the believers around the world. ലോകത്തെമ്പാടും ചിതറി കിടക്കുന്ന ഇന്ത്യൻ വംശജരായ വിശ്വാസികൾ വിശ്വാസത്തിൽ ഒന്നുകൂടെ ഉറയ്ക്കുവാൻ ഇത് മുഖാന്തരമായി തീരട്ടെ. For a deeper commitment to fulfill the Great Commission. ആ കർത്താവിന്റെ ദൗത്യം പൂർണ്ണമായി തികച്ചെടുക്കാൻ, നമ്മുടെ തലമുറയിൽ തികച്ചെടുക്കാനുള്ള വലിയൊരു കമ്മിറ്റ്മെന്റിലേക്ക് ഇന്ത്യൻ വംശജരായ ദൈവമക്കൾ വരുവാൻ ഇത് മുഖാന്തരമായി തീരട്ടെ. I inaugurate the first NRI Global Conference in the name of the Father, the Son, and the Holy Spirit. ഈ പ്രാർത്ഥനയോടുകൂടെ ഈ ഒന്നാമത് NRI കോൺഫറൻസ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. May Jesus Christ be glorified. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. May the Indian community that is scattered around the world be blessed. ലോകത്തെമ്പാടും ചിതറി കിടക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റികളെല്ലാം യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. May IPC churches be established in all the nations of the world. ലോകത്തുള്ള എല്ലാ ഇന്ത്യൻ വംശജരായ ആളുകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം IPCക്ക് സഭകൾ ഉണ്ടാകട്ടെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen.